വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8. നമ്മള് ബിഗ് ബോസിനെ കുറിച്ച് അന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ കുറിച്ച് വലുതായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല. അതിന് തുടർച്ചയായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടു എന്നല്ലാതെ ബിഗ് ബോസ് സീസൺ 8 കുറിച്ച് ഇതുവരെ കേട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് നമുക്കൊരു വീഡിയോ ഇടാം. എന്ന് തുടങ്ങും, ഓഡീഷൻ എപ്പോൾ തുടങ്ങും, എപ്പോഴായിരിക്കാം ഈ സീസൺ 8 തുടങ്ങാനുള്ള ചാൻസസ്, ഈ പറയുന്ന കോമണൈസ് ഓഡീഷൻ എന്ന് തുടങ്ങും, പ്രഡിഷൻ ലിസ്റ്റ്, ഒരു 4-5 പ്രഡിഷൻ ലിസ്റ്റ്, ഞെട്ടിപ്പോകുന്ന കുറച്ച് പ്രഡിഷൻ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ 1-2 ആഡും കാര്യങ്ങളൊക്കെ വന്നു. അതായത് അവിടുത്തെ ടെക്നീഷ്യനോ പ്രൊഡ്യൂസറോ മറ്റേതോ മറിച്ചതോ ആരെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറെ ആഡുകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ തുടക്കമാണ് എന്നുള്ളതാണ്. ഇനി സെറ്റിന്റെ പരിപാടി എങ്ങനെയാന്ന് ചോദിച്ചാൽ സെറ്റിന്റെ പരിപാടി തുടങ്ങി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സെറ്റിന്റെ പടി ഓൾറെഡി പഴയ സെറ്റിൽ നിന്നും പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പിന്നീട് ഈ പറയുന്നതാണ് സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എന്ന് തുടങ്ങും എന്നുള്ളതാണ്, സെപ്റ്റംബറിൽ തുടങ്ങും എന്നുള്ളതാണ്. ഇത് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അറിവ്. സെപ്റ്റംബർ, ഇപ്പൊ ജൂണല്ലേ, ജൂലൈ, ഓഗസ്റ്റ്, 2 മാസമേ ഉള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ സാധ്യത. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്റ്റാർ സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ നടക്കുന്ന സ്റ്റാർ സിംഗർ ഇപ്പൊ നടക്കുന്നതായിരിക്കും, അതിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും കോമണേഴ്സിന്റെ ഓഡീഷൻ ഈ പറയുന്ന ജൂൺ, അതായത് ഈ മാസം തന്നെ കോമണേഴ്സിന്റെ ഓഡീഷൻ പിന്നീട് തുടങ്ങും, അല്ലെങ്കിൽ അവർക്കുള്ള ആ സംഭവം കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്നാണ് ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതിനെക്കുറിച്ച് വലിയ വാർത്തകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും സെപ്റ്റംബറിൽ നടക്കാനുള്ള ഏറ്റവും വളരെ വളരെ ചാൻസ് ഉണ്ട്. അതുപോലെ മോഹൻലാൽ തന്നെയായിരിക്കും, ലാലേട്ടൻ തന്നെയായിരിക്കും ഹോസ്റ്റ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രഡിഷൻ ലിസ്റ്റിലേക്ക് കടക്കാം. ആരൊക്കെ ഉണ്ടാവും? കുറെ പേരുകൾ, ഇഷ്ടംമാര് പേരുകൾ ഇപ്പൊ പലരും പ്രഡിഷൻ ലിസ്റ്റുകളിൽ ഇടുന്നുണ്ട്. ഇഷ്ടംമാര് പേരുകൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞ ഹണി റോസ് ഉൾപ്പെടെ ഞെട്ടിപ്പോകുന്ന പേരുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അവരൊന്നും വരാനൊന്നും പോകുന്നില്ല. അതൊക്കെ വെറുതെ ഫേക്ക് ആയിട്ടുള്ള പിന്നീട് എന്താണ് വീഡിയോസ് ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് പേരുകളുണ്ട്. ഞാനിവിടെ കുറച്ച് പേരുകൾ പറയാം. അവരൊക്കെ വരാൻ വളരെ വളരെ ചാൻസ് കൂടുതലുള്ള, പോസിബിലിറ്റി കൂടുതലുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഹുൽ ഈശ്വർ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം രാഹുൽ ഈശ്വറിന് ഇതിന് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ഇടയ്ക്ക് ഒരു 1-2 മാസം മുമ്പ് രാഹുൽ ഈശ്വർ എന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്: എനിക്ക് വളരെ താല്പര്യമുണ്ട്, ഞാൻ വിളിച്ചാൽ ഞാൻ പോകും എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റ്, അതിപ്പോ മലയാളി ഹൗസിൽ ഉണ്ടായിരുന്ന ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, രാഹുൽ ഈശ്വറിനെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ ഈ പറയുന്ന ബിഗ് ബോസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷോ ഹിറ്റ് ആവും എന്നുള്ളതിന് വേറെ തർക്കമൊന്നും വേണ്ട. കണ്ടന്റുകൾ കിട്ടും, നല്ല എന്റർടൈനിങ് ആയിരിക്കും, അതിന് ഒരു മാറ്റവും ഇല്ല. അതിപ്പം ഈ പറയുന്ന കഴിഞ്ഞ നമ്മുടെ മലയാളി ഹൗസിൽ വിന്നറായി എന്ന് പറഞ്ഞ് ഇവിടെ വിന്നറാകാൻ പറ്റും എന്നൊന്നും ഞാൻ പറഞ്ഞു. പക്ഷേ അവസാന ടോപ്പ് 5 വരെയൊക്കെ പോകാനുള്ള ചാൻസസും ഒരുപാട് വാഗ്വാദങ്ങൾ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഷോ ഒന്ന് ലൈവായിട്ട് നിൽക്കും. അപ്പം രാഹുൽ ഈശ്വറിന് പിന്നീട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു 90% മേളിൽ ചാൻസ് ഉണ്ട് രാഹുൽ ഈശ്വർ വരാൻ. രാഹുൽ ഈശ്വറിന്റെ പിന്നെ പൈസ ഡെയിലി ഉള്ള അത് സംഭവം അത് ഇത്തിരി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ഇവർ പിന്നെ നല്ല സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ നല്ല പണം കൊടുത്ത് വേണമെങ്കിൽ ഡെയിലി 50-1 ലക്ഷം ഒക്കെ കൊടുത്തൊക്കെ കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ രാഹുൽ ഈശ്വർ എഴുതി വെച്ചോ, രാഹുൽ ഈശ്വർ സീസൺ 8 വരാനുള്ള നല്ല വലിയ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ഈ ലക്ഷ്മി മേനോന്റെ പേര് പറയുന്നത്. ലക്ഷ്മി മേനോൻ എന്നൊക്കെ അറിയുമ്പോൾ തമിഴിലും ഒക്കെ അഭിനയിച്ച മലയാളിയാണ്. തമിഴിലൊക്കെ കുറെ പടത്തിലൊക്കെ അഭിനയിച്ച ലക്ഷ്മി മേനോന്റെ പേര് പറഞ്ഞിരിക്കുന്നുണ്ട്. വരാനുള്ള ചാൻസ് കുറവാണ്. എങ്കിലും ഇപ്പം പടങ്ങളൊന്നും വലുതായിട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അങ്ങനെ പടങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആയിട്ട് ഒരു ഫിലിം സ്റ്റാർ ആയിട്ടൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ശ്വേതാ മേനോൻ വന്നതുപോലെയൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് എനിക്ക് വലിയ ഹോപ്പ് ഒന്നും ഇല്ല എന്നുള്ളത്. പിന്നെ അടുത്ത ഏതാണ്ട് ഒരു 90% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് PR വിനു. നമ്മുടെ PR വിനുവിനെ അറിയാമല്ലോ. വിനു നമ്മുടെ അനിമോളുടെ PR ആണ് എന്ന് സ്വയം പ്രഖ്യാപിതയായ വിനു ഈ പ്രാവശ്യത്തുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. വരണമെന്നാണ് ഞാൻ പറയുന്നത്. വരുമ്പോൾ നമുക്കറിയാം PR കൊണ്ട് ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് അപ്പോഴേ അറിയാമെന്നുള്ളതാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് PR ചെയ്യുന്ന ആൾക്കാർ തന്നെ ജയിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു PR കൊണ്ടാണ് അനിമോൾ ഉൾപ്പെടെയുള്ളവർ ജയിച്ചത് എന്നൊരു സംഭവം ഉണ്ടല്ലോ.
അതിനെ തിരുത്താനുള്ള ഒരു സംഭവം കൂടിയാണ്. ഞാൻ എഴുതി വെച്ചാലും നീ എത്രയൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് എത്രയൊക്കെ കോടികൾ കൊടുത്ത് നിങ്ങൾ PR ചെയ്താലും അവിടെ വന്ന കണ്ടന്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ എല്ലാവരും കൂടി എടുത്തള്ളിട്ട് അലക്കും എന്നുള്ളതാണ്. കണ്ടന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതിന്റെ കൂടെ കുറച്ച് ഒരു പുഷപ്പായിട്ട് ഒരു പുഷായിട്ട് എന്താണ് ഒരു PR കൂടി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജയിച്ചു എന്നുള്ളതാണ്. PR ഒന്നും ഇല്ലാത്തവൻ ജയിച്ചില്ല. അങ്ങനെ പണ്ട് ആദ്യ സീസണിലൊന്നും ആർക്കും PR ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അവരൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കണം. പ്രേക്ഷകർ ഏറ്റെടുത്താലേ ജയിക്കില്ല. നിങ്ങളൊക്കെ എത്ര ഇവിടെ ലക്ഷങ്ങൾ മുടക്കി PR കൊടുത്തിട്ട് അവിടെ തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒന്ന് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒന്ന് മുണ്ടുപൊക്കി കാണിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടികൾ വോട്ട് ചെയ്യില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ PR വിനു ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനുള്ള വളരെ വളരെ ചാൻസുകളാണ് എന്നുള്ളത്. അടുത്ത മീര വാസുദേവൻ. മീര വാസുദേവൻ നിങ്ങൾക്ക് അറിയാം, തന്മാത്രയുള്ള ആ ഒരു നടി ചാൻസ് ഉണ്ട്. ആ ഒരു പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ വലിയ ഫിലിമും കാര്യങ്ങളൊന്നുമില്ല. വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മീര വാസുദേവന്റെ പേര് പലയിടത്തും കേൾക്കുന്നുണ്ട്. പിന്നീട് പലയിടത്തും ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ ഒരു 70ക്ക് എബോവ് ചാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മീര വാസുദേവൻ വരാൻ, പിന്നെ ബിജു സോപാൻ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഈ വട്ടം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിജു സോപാനവും ഉപ്പുമുള എന്നൊക്കെ മാറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നല്ലൊരു പിന്നീട് നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പുള്ളിയും വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ മറ്റൊരു പേര് എനിക്കറിയില്ലായിരുന്നു, ഇപ്പൊ ഞാൻ കേട്ടത് ധന്യ വിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ ഫോട്ടോ വയ്ക്കാം. ധന്യ വിമൽ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. മാരീഡ് അല്ലാന്ന് തോന്നുന്നു. നല്ലൊരു കണ്ടന്റ് കിട്ടും. ഒരു പ്രണയം അതൊക്കെ ഒരു പറയുന്ന ഒരു ചുറ്റി പ്രണയം അതിനൊക്കെയുള്ള ഹോപ്പുള്ള നമ്മൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ ജാസ്മിനൊക്കെ ആവാൻ കഴിവുള്ള, സംസാരിക്കാനൊക്കെ വലിയ പ്രശ്നമില്ലാതെ കാണാനൊക്കെ കൊള്ളാമെന്നുള്ള നല്ലൊരു കൊച്ച്. അപ്പോൾ ഇത് വന്നാലും ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ധന്യ വിമലും വരാനുള്ള ചാൻസസുകൾ കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. മമിത ബൈജു, നമ്മുടെ പ്രേമലുമില്ല മമിത ബൈജു ഉണ്ടല്ലോ, ഒരു ചാൻസും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചാൻസും ഇല്ല. തൊപ്പിയുടെ കേസ് പിന്നീട് ചാൻസ് കുറവായിട്ടായിരിക്കും തോന്നുന്നത്. കഴിഞ്ഞ വട്ടമൊക്കെ അവനെ വിളിച്ചെന്ന് അവൻ ഭയങ്കര മുടയാണ്, എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, എനിക്ക് ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് കൊണ്ട് തന്നെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ ഗായത്രി സുരേഷിനെ നമുക്ക് ഈ പറയുന്ന ഒന്നും പറയാൻ പറ്റില്ല, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചിലപ്പോൾ അവൾ വരും, നല്ല പൈസ കൊടുക്കുകയാണെങ്കിൽ അവൾ വരും. വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും കേട്ടോ, നല്ല ഒരു സുഖമുണ്ട് കണ്ടോണ്ടിരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നീട് ഗായത്രി സുരേഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സഞ്ജു ടെക്കി, ഇവരൊക്കെ വരാനുള്ള ചാൻസസ്. സഞ്ജു ടെക്കിക്ക് നല്ല ഈ പറയുന്ന സഞ്ജു ടെക്കി പോലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് യൂട്യൂബ് വഴി നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഇവിടെ വന്ന് കണ്ടന്റ് നമ്മൾ പ്രതീക്ഷിച്ച കണ്ടന്റ് അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഉദാഹരണം നമ്മുടെ സായി കൃഷ്ണൻ നോക്കിയാൽ സായി എന്താണ് നമ്മൾ യൂട്യൂബ്, പക്ഷെ അവിടെ വന്ന് സായിക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കിടന്ന അലിമ്പുലൂസ് ആവുകൊണ്ട് അവനെ പറ്റി പറ്റിയില്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ അത് പറ്റുമോ എന്ന് അറിയില്ല എന്നുള്ളത്. പിന്നെ കുറെ എണ്ണം എനിക്ക് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൃത്തികേടലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരാട്ടായം കുറെ നാറികളടക്കില്ല, ഒരു പട്ടികളെ എടുക്കൂല. ഈ പറയുന്ന സന്തോഷ് വർക്കി ആയിക്കോട്ടെ, അലൻ ജോസ് പെരേര ആയിക്കോട്ടെ, പിന്നെ ഏതോ ആട്ടായം അവന്മാരൊന്നും എടുക്കാൻ പോകുന്നില്ല. ഒരു ഇതിന് വേണ്ടിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവരെ ആരും എടുക്കാൻ പോകുന്നില്ല. ഈ സന്തോഷ് വർക്കൊക്കെ ഭയങ്കര ആരടുത്തൊന്നും മിണ്ടാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതേ ഉള്ളൂ, മനസ്സിലായി. അതിപ്പോ അലൻ ജോസ് പെരേര ആയിക്കോട്ടെ, അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. സംസാരിക്കാനുള്ള കഴിവാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ പ്രേമിക്കാനുള്ള കഴിവ്, അതിനുള്ള ആരോഗ്യം, അതിനുള്ള പിന്നെ സൗന്ദര്യമൊക്കെ വേണം. അല്ലെങ്കിൽ ഒരു അവിഹിത ഉണ്ടാക്കാനുള്ള ഒരു ഇതൊക്കെ വേണം. അല്ലെങ്കിൽ ചെറിയ മെന്റൽ ആയിരിക്കണം. അതായത് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ട്രിഗർ ആവുന്നവരായിരിക്കണം. അത് ഇന്റർവ്യൂവിൽ നിങ്ങൾ വിളിക്കുമ്പോൾ കുറച്ച് ട്രിഗറായി കാണിച്ചെടുത്താൽ മതി. ചെറിയ മെന്റൽ ഉണ്ടെന്ന് പറയാ, മനസ്സിലായി, ഇവർക്ക് ചെറിയ മെന്റൽ ഉണ്ട്, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി ചെറിയ മെന്റലിസം ഒക്കെ കാണിക്കും. അതോടുകൂടി നമ്മളെ ഷോ വൈറലാകും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 മാസമേ ഉള്ളൂ. അപ്പോൾ അടുത്ത മാസമൊക്കെ, അതായത് ജൂലൈയിലൊക്കെ ഏതാണ്ട് ഇതിന്റെ ഫസ്റ്റ് ട്രെയിലറോ പിന്നീട് ഫസ്റ്റ് പ്രൊമോയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു. അതിനോടൊപ്പം ആരൊക്കെ വന്നാലായിരിക്കും റെഡി അടിപൊളി ആവുക എന്നും കൂടി കമന്റ് കൊടുക്കണം. ശരി.